നമ്മളുള്ളത് BJS and SJB ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. ഓൾമോസ്റ്റ് ഒരു 110 ഏക്കേഴ്സിലായിട്ട് ഫുള്ളി നിൽക്കുന്ന ഒരു വലിയൊരു ക്യാമ്പസ് ആണ്. ഇവിടെയുള്ള കോഴ്സസ് നോക്കിക്കഴിഞ്ഞാൽ MBBS അതിന്റെ MT പ്രോഗ്രാം, അതുപോലെ നഴ്സിംഗ്, GNM, അലൈഡ് പ്രോഗ്രാംസ്, അതുപോലെ ഫിസിയോതെറാപ്പി. ഇത് കൂടാണ്ട് തന്നെ ഇവർക്ക് എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ക്യാമ്പസുകളുണ്ട്, അതുപോലെ തന്നെ മാനേജ്മെന്റ് കോഴ്സുകളുണ്ട്, ഡിസൈനിങ് കോഴ്സുകളുണ്ട്, കൂടാതെ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളും. ഓൾമോസ്റ്റ് എല്ലാ കോഴ്സുകളും അവൈലബിൾ ആയിട്ട് വരുന്ന ഒരു വലിയ ക്യാമ്പസ് ആണ് BJS SJB ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്യാമ്പസിലെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് പ്രോഗ്രാംസിനെ പറ്റിയിട്ടാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിനി ഫസ്റ്റ് പോകാൻ പോകുന്നത് വെച്ചാൽ SJB കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്ന ക്യാമ്പസിലേക്കാണ്. അതായത് ഈ ഒരു BJS ആൻഡ് SJB എന്ന് പറയുന്ന ഈ ഒരു വലിയ ക്യാമ്പസിനുള്ളിൽ രണ്ട് നഴ്സിംഗ് കോളേജസ് ആണുള്ളത്. ഒന്ന് BJS നഴ്സിംഗ് കോളേജും അതുപോലെ തന്നെ SJB നഴ്സിംഗ് കോളേജും. സോ ഫസ്റ്റ് നമുക്ക് SJB നഴ്സിംഗ് കോളേജിന്റെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ ലാബും കാര്യങ്ങളൊക്കെ നമുക്ക് ഫസ്റ്റ് ഒന്ന് പോയി കാണാം. നമ്മളിപ്പോൾ ഉള്ളത് SJB നഴ്സിംഗ് കോളേജിന്, അതായത് BJS ആൻഡ് SJBക്ക് അകത്തുള്ള SJB നഴ്സിംഗ് കോളേജിന്റെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് അതിനുള്ളത്. അപ്പോൾ ഇവിടോട്ട് കയറി വരുമ്പോഴത്തേക്ക് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ ബോർഡ് റൂമും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ഫ്ലോറുകളായിട്ടാണ് ക്ലാസ് റൂംസ്, ലാബ്, ലൈബ്രറി കാര്യങ്ങളെല്ലാം വരുന്നത്. സോ നമുക്ക് പോകേണ്ട മെയിൻ ഇമ്പോർട്ടന്റ് ഏരിയ അവിടെ ആയതുകൊണ്ട് നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ആദ്യം കയറാൻ പോകുന്നത് ഫൗണ്ടേഷൻ ലാബിലേക്കാണ്. സോ ഈ ഒരു ഫൗണ്ടേഷൻ ലാബ് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം വലിയൊരു ലാബാണ്. പക്ഷേ എക്യുപ്മെന്റ്സ് കാര്യങ്ങൾ നോക്കുമ്പോൾ സൈഡിലേക്കാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഒരു 4-5 ബെഡ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ കബോർഡ്സിലായിട്ട് ഇതിന് ഫൗണ്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നോക്കുമ്പോൾ അത്യാവശ്യം എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒറിജിനൽ ബോൺസും അതുപോലെ ഡമ്മി ബോഡ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡമ്മി ബോഡി കൊടുത്തിട്ടുണ്ട്, ഒരു സ്കെൽറ്റൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒറിജിനൽ ബോൺസ് കാണാം. അതുപോലെ കുട്ടികൾ ചെയ്ത പ്രോജക്ട്സ് ഉണ്ട്, അതുപോലെ ഓക്സിജൻ സിലിണ്ടേഴ്സ് കാര്യങ്ങളും ഉണ്ട്. ലാബ് നോക്കുന്ന സമയത്ത് ഒരു ആവറേജ് ലാബായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇവർക്ക് ഓൺ മെഡിക്കൽ കോളേജ് ഉണ്ട്, കൂടാതെ ഇവിടെ ഒരു സ്കിൽ ലാബ് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഇവിടുത്തെ ന്യൂട്രീഷൻ ലാബിലേക്കാണ്. ഈ ഒരു ലാബ് നോക്കുമ്പോൾ അത്യാവശ്യം വലിയ ലാബാണ്. പക്ഷെ ഇവിടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒരു ഐലൻഡ് ടേബിൾ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. കൂടാണ്ട് 3 സ്റ്റൗ, അതുപോലെ തന്നെ കിച്ചൺ എക്യുപ്മെന്റ്സും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള വാഷ് ബേസിൻ കൗണ്ടറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ ഒരു ന്യൂട്രീഷൻ ലാബിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു ആവറേജ് രീതിയിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. നമ്മളിനി പോകാൻ പോകുന്ന മൂന്നാമത്തെ ലാബ് എന്ന് വെച്ചാൽ മെറ്റേണിറ്റി ആൻഡ് ചൈൽഡ് ഹെൽത്ത് ലാബാണ്. അതായത് പീഡിയാട്രിക് ലാബിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു ലാബ് നോക്കുമ്പോൾ അത്യാവശ്യം ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള 2 ലാബുകളെ അപേക്ഷിച്ച് അതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഫെസിലിറ്റീസും അതുപോലെ തന്നെ അമ്യൂണിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ തന്നെ 2 ഡമ്മി ബോഡീസ്, അതായത് ഡെലിവറി ടൈമിൽ എങ്ങനെയാണെന്നുള്ള കുട്ടികളെ കാണിച്ചു കൊടുക്കാൻ ഡമ്മി ബോഡീസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്രാഡിൽ കൊടുക്കുന്നത്, അതിനകത്ത് തന്നെ ഒരു ഇൻഫൻറ്റിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1, 2, 3 ടേബിൾസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഡ്രോയറിനകത്തിൽ എല്ലാ എക്യുപ്മെൻറ്റ്സും കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നുള്ളത് ഇവിടെ തന്നെ ഫോർസെപ്സും അതുപോലെ തന്നെ സിസേഴ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം മറ്റുള്ള നമ്മൾ കണ്ട 2 ലാബുകളെ അപേക്ഷിച്ച് കൂടുതലും കാര്യങ്ങൾ ഇവിടെ ഇവർ MCH ലാബിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് വെച്ചാൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് ലാബിലേക്കാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് ലാബിലാണ്. സോ ഈ ഒരു ലാബിൽ നോക്കുമ്പോഴത്തേക്ക് ഇവിടെയും കുട്ടികൾ ചെയ്ത കുറേ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിലായിട്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാംസിന് പോകുന്ന സമയത്ത് കുട്ടികൾ കൊണ്ടുപോകുന്ന ബാഗ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ് നമ്പർ വെച്ചിട്ട് ഓരോ ബാച്ചിനനുസരിച്ചുള്ള ഇനഫ് നമ്പർ ഓഫ് ബാഗ് ഉണ്ടെന്ന് തോന്നുന്നു. സോ അത്യാവശ്യം ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് ലാബിൽ വേണ്ട അത്യാവശ്യം സാധനങ്ങളും ഇവിടെ ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇവിടുത്തെ കമ്പ്യൂട്ടർ ലാബ് പ്ലസ് ലൈബ്രറിയിലേക്കാണ്. അത്യാവശ്യം വേണ്ട രീതിയിലുള്ള സിസ്റ്റംസ് എല്ലാം പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഒരു നീറ്റായിട്ടുള്ള കമ്പ്യൂട്ടർ ലാബ് റൈറ്റ് സൈഡിൽ കാണാം. അതുപോലെ നേരെ ഒരു ലൈബ്രറി ഫെസിലിറ്റി കാണാം. കാര്യം നഴ്സിംഗിന് മാത്രമായിട്ടാണ് ഈ ഒരു ലൈബ്രറി സെഷൻ കൊടുത്തേക്കുന്നത്. സോ ഇവിടെ GNM, BSc നഴ്സിംഗ് അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഉള്ളത് കാരണം ഇനഫ് ബുക്സും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ നീറ്റായിട്ടാണ് ഈ ഒരു ലൈബ്രറി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഹായ്, പേരെങ്ങനെ മോടെ? എവിടെ സ്ഥലം? എറണാകുളം. മോളുടെ സ്ഥലം? പത്തനംതിട്ട. എവിടെ? റാന്നി. പേരെങ്ങനെ മോളുടെ? സ്ഥലം? കോട്ടയം. പേര്? കോട്ടയം തന്നെയാണ്, കൊല്ലത്താണ്. മോളുടെ? ഹൃദ്യ. പത്തനംതിട്ടയാണ്. ഓക്കെ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ട്. എങ്ങനെയുണ്ട് ഒരു ഓവറോൾ ഒരു എക്സ്പീരിയൻസ്? നിങ്ങളിപ്പോൾ ഏത് ഇയറാണ് പഠിക്കുന്നത്? തേർഡ് ഇയർ ആണ്. അപ്പോൾ നിങ്ങളുടെ ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഒരു ക്യാമ്പസുമായിട്ട് ഈ 3 വർഷത്തിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്? കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണ്. മോളുടെയോ? നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. കൃത്യമായിട്ട് ഹോസ്പിറ്റൽ പോസ്റ്റിംഗ് കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ?
ക്ലിനിക്കൽസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണോ? ഓക്കെ. പിന്നെ ഫാക്കൽറ്റീസ് എങ്ങനെയുണ്ട്? മലയാളി ഫാക്കൽറ്റീസ് ഉണ്ടോ? ഉണ്ട്. ഓക്കെ. പഠിപ്പിക്കുന്ന കൃത്യമായിട്ട് മനസ്സിലാവാറുണ്ടോ? എങ്ങനെയുണ്ട്? ഫാക്കൽറ്റീസ് ഒക്കെ സ്ട്രിക്റ്റ് ആണോ അതോ വളരെ ഫ്രണ്ട്ലി ആണോ അതോ ഒരു ആവറേജ് ആണോ? ഓക്കെ. ഫ്രണ്ട്ലി ആയിട്ടുള്ളവരുണ്ട്. നമുക്ക് പിന്നെ ഫസ്റ്റ് ഇയറിൽ നമുക്ക് എക്സ്റ്റേണൽസ് വരും, ഡോക്ടേഴ്സ് നമുക്ക് അനാട്ടമി ഫിസിയോളജി ഒക്കെ എടുക്കാം. അങ്ങനെ സെക്കൻഡ് ഇയറിൽ നമുക്ക് വരുന്നുണ്ട്, എക്സ്റ്റേണൽസ് എടുക്കാറുണ്ട്. ഓക്കെ. ഓക്കെ. എങ്ങനെയുണ്ട്? അക്കോമഡേഷൻ എങ്ങനെയുണ്ട്? ഫോർ ഷെയറിംഗ് ആണോ? അറ്റാച്ച്ഡ്? ഓക്കെ. അറ്റാച്ച്ഡ് ബാത്റൂംസ് ആണോ അതോ കോമൺ ബാത്റൂം? ഓക്കെ. അപ്പോൾ നിങ്ങൾ 3 ഇയേഴ്സിൽ ഓവറോൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? അതുപോലെ ഫുഡ് എങ്ങനെയുണ്ട്? ആവറേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ മറ്റുള്ള എല്ലാ കോഴ്സ് പോലെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലാണോ അതോ പാവുന്നാണോ? ആവറേജ് ആണോ? മലയാളി മെസ്സാണ്. മാനേജബിൾ ആണ്. ഓക്കെ. മാനേജബിൾ ആണോ? ഓക്കെ. സോ ഓവറോൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണല്ലേ? ഓക്കെ. താങ്ക് യു. ഇതാണ് ഇവിടുത്തെ നഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ ക്ലാസ് റൂം വരുന്നത്. അത്യാവശ്യം നല്ല അമ്യൂണിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൊജക്ട് സപ്പോർട്ടഡ് ആയിട്ടുള്ള ക്ലാസ് റൂമാണ്. അതുപോലെ തന്നെ ഫാൻസ് ആണെന്നുണ്ടെങ്കിലും ഇൻഡിവിജ്വൽ ചെയർസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സോ വളരെ നീറ്റായിട്ടുള്ള ക്ലാസ് റൂം ആയിട്ടാണ് തോന്നിയത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് ഫ്രണ്ടിലാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഷൂട്ട് ചെയ്ത SJBയുടെ നഴ്സിംഗ് ക്യാമ്പസിന് തൊട്ട് ബാക്കിലായിട്ടാണ് ഈ ഒരു ഫാർമസി ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. സോ ഈ ഒരു ഫാർമസി ഡിപ്പാർട്ട്മെന്റ് നോക്കുന്ന സമയത്ത് ഇവിടെ D-Pharm അതുപോലെ തന്നെ B-Pharm ആണ് കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. സോ നമുക്ക് ഈ ഒരു ക്യാമ്പസിനകത്ത് എന്തൊക്കെയുള്ളത് നോക്കാം. സോ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കുറച്ച് റൂംസും അതുപോലെ സ്റ്റാഫ് റൂമും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഫാർമസിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ലൈബ്രറി ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ലൈബ്രറി ഒന്ന് പോയി നോക്കാം. ഈ ഒരു ലൈബ്രറി നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 3090 ബുക്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ലൈബ്രറിയാണ്. അതായത് ഫാർമസിക്ക് വേണ്ടിയിട്ട് മാത്രം, അതായത് B-Pharm D-Pharm മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് റെഫറൻസ് ബുക്സുകൾ അവൈലബിൾ ആണ്. ഫാർമക്കോളജി ബുക്സിന്റെ ഒരു സെപ്പറേറ്റ് ട്രാക്ക് ഉണ്ട്. അതുപോലെ ഫാർമസ്യൂട്ടിക്സ് ബുക്സിന്റെ സെപ്പറേറ്റ് ട്രാക്ക് ഉണ്ട്. ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് കെമിസ്ട്രി ബുക്സിന്റെ സെപ്പറേറ്റ് ട്രാക്ക് ഉണ്ട്. സോ അത്യാവശ്യം ഒരു ഫാർമസി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ബുക്സും അവൈലബിൾ ആയിട്ടുള്ള വളരെ നീറ്റ് ആയിട്ടുള്ള ലൈബ്രറി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മളിവിടുന്ന് ലൈബ്രറി നേരെ ഇറങ്ങിയ ഓപ്പോസിറ്റ് വരുന്ന ഒരു കമ്പ്യൂട്ടർ ലാബാണ്. അത് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന കമ്പ്യൂട്ടർ ലാബാണ്. സോ അത്യാവശ്യം വേണ്ട സിസ്റ്റംസും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാര്യം ഫാർമസി സ്റ്റുഡൻസിന് അത്യാവശ്യം സിസ്റ്റം യൂസ് ചെയ്യേണ്ട ആൾക്കാരാണ്. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇനഫ് സിസ്റ്റംസും കാര്യങ്ങളും ഈ ഒരു കമ്പ്യൂട്ടർ ലാബിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. ഫസ്റ്റ് ഫ്ലോറിലാണ് ലാബ്സും കാര്യങ്ങളും വരുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഫ്ലോറുകളിലേക്കാണ് ലാബും കാര്യങ്ങളും വരുന്നത്. നമ്മളിങ്ങോട്ട് ഫസ്റ്റ് ഫ്ലോറോട് കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ഫാർമസിയുടെ അനാറ്റമി ആൻഡ് ഫിസിയോളജി ലാബ് വരുന്നത്. സോ നമുക്ക് ആ ഒരു ലാബ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു ലാബിലോട്ട് കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഉണ്ട് ഓൾറെഡി സ്പെസിമെൻസ് ഒക്കെ സൂക്ഷിച്ചിരിക്കുന്നത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കെൽട്ടൺ അവൈലബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാർഡ്രോബിനകത്തിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം വേണ്ട എക്യുപ്മെന്റ്സും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഇനഫ് നമ്പർ ഓഫ് മൈക്രോസ്കോപ്സും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വളരെ നീറ്റ് ആയിട്ടുള്ള ലാബായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ അനാറ്റമി ലാബിൽ നിന്ന് ഇറങ്ങി റൈറ്റ് സൈഡിലോട്ട് തിരിയുമ്പോൾ കാണുന്ന നെക്സ്റ്റ് റൂമാണ് ഇൻസ്ട്രുമെന്റേഷൻ റൂം എന്ന് പറയുന്നത്. സോ ഈ ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും മെഡിസിൻസിന്റെ ഒക്കെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എല്ലാം വളരെ ന്യൂലി എക്വിപ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിയൊരു ലാബായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ ഫാർമസ്യൂട്ടിക്കൽ ലാബിലാണ്. മെഡിസിൻസിന്റെ ഒക്കെ പ്രിപ്പറേഷനും കാര്യങ്ങളും കണ്ടന്റ് അനലൈസ് ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ലാബിലേക്കാണ്. സോ ഇതും വളരെ നല്ല ഹൈലി എക്വിപ്ഡ് ആയിട്ടുള്ള ലാബായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ നിങ്ങൾക്കും കാണുമ്പോൾ മനസ്സിലാവും എല്ലാം പുതിയ സിസ്റ്റംസും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റിലാണ്. സോ ഈ ഒരു ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രിൻസിപ്പൽ റൂമും അതുപോലെ വൈസ് പ്രിൻസിപ്പൽ റൂമും അതുപോലെ ബോർഡ് റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പിന്റെ സ്ട്രക്ചർ പ്രകാരം ചിലത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് വീണ്ടും ഗ്രൗണ്ട് ഫ്ലോർ അണ്ടർഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ പോകേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും വീണ്ടും നമ്മൾ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലോട്ടാണ് ഇവിടുത്തെ ലാബും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പോകേണ്ടത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഫിസിയോതെറാപ്പിയുടെ ലാബിലാണ്. സോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം വളരെ വിശാലമായിട്ടുള്ള ലാബാണ്. പേഷ്യൻസിനെയൊക്കെ കിടത്താനും അതുപോലെ തന്നെ അതിനുള്ള ഇനഫ് ബെഡ്സും കാര്യങ്ങളും ബെഡിൻ്റെ സൈഡിലായിട്ട് ചെയറും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോപ്പറായിട്ടുള്ള ക്ലിനിക്കൽസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫിസിയോതെറാപ്പി നടക്കുന്ന സമയത്ത് ചെറിയ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡംബിൾസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പിടിച്ച് നടക്കാൻ വേണ്ടി സപ്പോർട്ടിങ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള വീൽ ചെയർസ് അതുപോലെ തന്നെ സ്ട്രക്ചേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഈ ഫിസിയോതെറാപ്പി റിലേറ്റഡ് ആയിട്ടുള്ള അനാട്ടമി കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് ഇനഫ് സ്കെൽറ്റൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ സ്കെൽറ്റൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അത്യാവശ്യം വേണ്ട രീതിയിൽ എല്ലാ കാര്യങ്ങളും ഉള്ളൊരു ഫിസിയോതെറാപ്പി ലാബായിട്ടാണ് തോന്നിയത്. പിന്നെ ഈ ഒരു ക്യാമ്പസിൽ ഈ കഴിഞ്ഞ വർഷമാണ് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തത്. സോ ഇനി ഇലക്ട്രോതെറാപ്പി ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഇവർക്ക് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ടൈമിലായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ലാബ്സിന്റെ കൺസ്ട്രക്ഷൻ ഓൺഗോയിങ് ആണ്. സോ ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ വേണ്ട ഫിസിയോതെറാപ്പിക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം ലാബ് ഫെസിലിറ്റീസും കാര്യങ്ങളും ഈ ഒരു ക്യാമ്പസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് ക്ലാസ് റൂമിലാണ് നിൽക്കുന്നത്. വളരെ വലിയൊരു ക്ലാസ് റൂമാണുള്ളത്. ഇവർക്ക് ടോട്ടൽ ഇൻടേക്ക് ഉള്ളത് 100 ഇൻടേക്ക് ആണ്. അതായത് 100 സീറ്റ്സ് ആണ് ഇവിടെ ഫിസിയോതെറാപ്പിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇതൊരു പുതിയ ബിൽഡിങ്ങും അതുപോലെ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ആയത് കാരണം എല്ലാ അമ്യൂണിറ്റീസും പുതിയതാണ്. ഈവൻ ബെഞ്ച് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇവിടെ നോക്കുന്ന സമയത്ത് ഗ്രീൻ ബോർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേ വരുന്ന രീതിയിലുള്ള വളരെ ഹൈടെക് ആയിട്ടുള്ള ബോർഡ്സും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുന്ന സമയത്ത് പ്രൊജക്ടർ ഫെസിലിറ്റി അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് ഫാക്കൽറ്റി പഠിപ്പിക്കുന്ന കൃത്യമായിട്ട് മനസ്സിലാവാനും കൃത്യമായിട്ട് അവർക്ക് എത്താൻ വേണ്ടിയിട്ട് എല്ലാ കോർണറിലും സ്പീക്കേഴ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു ക്ലാസ് റൂമാണ് ഇവരുടെ ഫിസിയോതെറാപ്പിക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് BGS ഗ്ലോബലിന്റെ അഡ്വാൻസ് സ്കിൽ ലാബിലാണ്. സോ ഈ ഒരു ലാബ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാസ്റ്റേഴ്സ്, അതായത് MBBSനും മാസ്റ്റർ സ്റ്റുഡൻസിനും അതുപോലെ MBBS സ്റ്റുഡൻസിനും നഴ്സിംഗ് സ്റ്റുഡൻസിനും അലൈഡ് സ്റ്റുഡൻസിനും ഒക്കെ ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു അഡ്വാൻസ്ഡ് സ്കിൽ ലാബാണ്. സോ ഈ ഒരു ലാബിനകത്ത് എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം. സോ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ ഇന്റർനാഷണൽ എഡ്യൂക്കേഷനും കൂടുതലും CBME ബേസ്ഡ് ആണ്, അതായത് കോമ്പിറ്റൻസി ബേസ്ഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. സോ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് സ്കിൽ ബേസ്ഡ്, അതായത് അഡ്വാൻസ് സ്കിൽസ് ട്രെയിനിങ് ലാബ്സും കാര്യങ്ങളും അവരവരുടെ ക്യാമ്പസുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ കോളേജും പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ ആസ് ഇഫ് നൗ കറന്റ്ലി ഇപ്പോൾ ബാംഗ്ലൂരിലാണെങ്കിലും ചുരുക്കം ചില കോളേജ് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള അഡ്വാൻസ് ബേസ്ഡ് സ്കിൽ ലാബ് വരുന്നത്. സോ നമുക്ക് ഇവിടെ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കിയിരുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഒരു സ്റ്റുഡൻറ്റിന് ആവശ്യമായിട്ടുള്ള അവരുടെ സ്കിൽസ്, അതായത് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് നിലവിലൊരു നഴ്സിംഗ് കോളേജ് പഠിക്കുന്നതോ അല്ലെങ്കിൽ MBBS കോളേജ് പഠിക്കുന്ന സ്റ്റുഡൻസിനെക്കാളും കുറച്ചുകൂടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്വാൻസ് ലാബാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്കിൽ ലാബിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് കുറെ കുട്ടികൾ ട്രെയിനിങ്ങിനായിട്ട് നിൽപ്പുണ്ട്. കാര്യം ഇവിടെ എല്ലാവരും നോക്കുന്നത് വെച്ചാൽ CPR ട്രെയിനർ എന്ന് പറയുന്ന ഒരു എക്യുപ്മെന്റിലാണ് ട്രെയിനിങ് എടുക്കാനായിട്ട് നിൽക്കുന്നത്. സോ നമുക്ക് നേരെ അകത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാനിക്യൂം കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ അൾട്രാസൗണ്ട് ആൻഡ് എക്കോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അഡ്വാൻസ് ലെവലിൽ കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സ്റ്റിമുലേറ്റർ റൂമിലേക്ക് നോക്കുന്ന സമയത്ത് ഇതൊരു ലാപ്രോസ്കോപ്പിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. സോ സ്റ്റുഡൻസിന് ഇവിടെ തന്നെ ട്രെയിനിങ് എടുക്കാം. ഇവിടെ VR ക്ലാസ്സും കാര്യങ്ങളും ഉണ്ട്. സോ ഇവിടെ കുട്ടികൾ എന്താണോ ചെയ്യുന്നത് ഈ ഒരു ഗ്ലാസിന് അപ്പുറത്തിരുന്ന് ഫാക്കൽറ്റീസിനെ മോണിറ്റർ ചെയ്തിട്ട് അവരുടെ സ്കിൽസ് സെറ്റ് എത്രത്തോളം ഉണ്ടെന്ന് ഫാക്കൽറ്റീസിന് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ എബ്രോഡ് കൺട്രീസിലേക്ക് കാണുന്ന ഉള്ള ഒരു OSCE ലാബിന്റെ അതേ ഒരു സെയിം സിനാരിയോ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു റൂമിൽ ഈ ഒരു മാനിക്യൂം കൊടുത്തേക്കുന്നത് റിലേറ്റഡ് ടു OBG ആണ്, അതായത് ഗൈനക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സോ ഇതിന്റെ സ്കാനിങ്ങും കാര്യങ്ങളും എങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ, കുട്ടികളെ സ്റ്റിമുലേറ്റ് ചെയ്ത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂമാണ് ഈ ഒരു റൂം എന്ന് പറയുന്നത്. ഈ ഒരു സിമുലേറ്റർ എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നഴ്സിംഗ് സ്റ്റുഡൻസിന് ഒരുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു ഡെലിവറി സമയത്ത് എങ്ങനെയാണ് ബേബി പുറത്ത് വരുന്നത് എന്നെല്ലാ കാര്യങ്ങളും ഇതൊരു ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ്. സോ ഈ സിസ്റ്റം യൂസ് ചെയ്തിട്ട് ബേബി എങ്ങനെയാണ് ഡെലിവറി സമയത്ത് പുറത്ത് വരുന്നത് കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് നേരിട്ട് കണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണിത്. സോ ഇത് എല്ലാ സ്റ്റുഡൻസിനും ഒരുപോലെ യൂസ്ഫുൾ ആവുന്നുള്ള കാര്യമാണ്. സോ ഈ ഒരു റൂമിൽ എന്ന് വെച്ചാൽ ബ്രോങ്കോസ്കോപ്പി ആൻഡ് എൻഡോസ്കോപ്പിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. സോ ഇതിലും കുട്ടികൾക്ക് എങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഇത് ഈ ഒരു ലാബ് മെയിൻലി, അതായത് നമ്മൾ ഇപ്പം റീസെന്റ് കാണിച്ച അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാബ് കൂടുതലും മെയിൻലി യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ മാസ്റ്റേഴ്സ്, അതായത് MBBSന്റെ മാസ്റ്റേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അഡ്വാൻസ് ലാബുകളാണ്. ഞാൻ ഈ ഒരു കോളേജിലുള്ള അഡ്വാൻസ് സ്കിൽ ലാബ് കാണിച്ചപ്പോൾ ഇവിടെ കാണിച്ചതേ ഉള്ളൂ. സോ MBBSന്റെ മാസ്റ്റേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്കായിട്ടുള്ള ഒരു അഡ്വാൻസ് സ്കിൽ ലാബാണ് ഈ ആദ്യം കാണിച്ച 4 എന്ന് പറയുന്നത്. ഈ ഒരു ഓൾ ബോഡി മാനിക്യൂൻ വരുന്നത് വെച്ചാൽ കുട്ടികൾക്ക് ECGയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റിമുലേഷൻ ബോഡിയാണ്. സോ ഇത് യൂസ് ചെയ്തിട്ട് ഇതൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നഴ്സിംഗ് അതുപോലെ തന്നെ അലൈഡ് സ്റ്റുഡൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള റൂംസാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ലൈബ്രറി ആണ്. അതായത് മെഡിക്കൽ സ്റ്റുഡൻസിന്, അതായത് നഴ്സിംഗ് ആണെങ്കിലും MBBS ആണെങ്കിലും അലൈഡ് സ്റ്റുഡൻസിന് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കോമൺ ലൈബ്രറിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. സോ നമ്മളിപ്പോൾ നിൽക്കുന്ന ബിൽഡിംഗ് എന്ന് വെച്ചാൽ MBBS അതിൻ്റെ മാസ്റ്റേഴ്സ് അതുപോലെ തന്നെ അലൈഡ് പ്രോഗ്രാംസ് എല്ലാം വരുന്ന ഈ ഒരു ബിൽഡിങ്ങിലാണ്. പക്ഷേ ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിനകത്ത് കയറി ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ മാസ്റ്റർ സ്റ്റുഡൻസിൻ്റെയും MBBS സ്റ്റുഡൻസിൻ്റെയും എക്സാംസ് നടക്കുവാണ്. അതുകൊണ്ട് നമുക്ക് അകത്ത് കയറി ഷൂട്ട് ചെയ്യാനുള്ള നിർവാഹമില്ല.
ഇതാണ് ഇവരുടെ ഹോസ്പിറ്റൽ വരുന്നത്, അതായത് മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്പിറ്റൽ വരുന്നത്. രാവിലെ വന്നപ്പോഴും നല്ല പേഷ്യൻ്റ് ഫ്ലോ ഉള്ള ഒരു ഹോസ്പിറ്റലാണ്. സോ കുട്ടികളെ ചോദിച്ചപ്പോഴും അവർക്ക് ഇനഫ് ക്ലിനിക്കൽസ് കിട്ടുന്ന ഒരു ഹോസ്പിറ്റലാണ്. സോ ക്ലിനിക്കൽസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഈ ഒരു കോളേജിനെ സംബന്ധിച്ച് യാതൊരു ടെൻഷനും വേണ്ട. കാര്യം കെങ്കേരി എന്ന് പറയുന്ന ഏരിയയിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജാണ് ഈ ഒരു BGS ഗ്ലോബൽ എന്ന് പറയുന്ന മെഡിക്കൽ കോളേജ്. സോ ഈ ഒരു ഹോസ്പിറ്റലുണ്ട്, അതായത് ഫോർട്ടീസ് ഗ്രൂപ്പ്. അതായത് ഫോർട്ടീസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ടോപ്പ് ചെയിൻഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഗ്രൂപ്പാണ്. സോ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള BGSന്റെ മറ്റൊരു ഹോസ്പിറ്റൽ ഇതാണിത്. സോ കുട്ടികൾ ക്ലിനിക്കൽസിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല, യാതൊരു ടെൻഷനും വേണ്ട ഈ ഒരു കോളേജ് ഓപ്റ്റ് ചെയ്യുന്നതിൽ. സോ ഈ ഒരു കോളേജിന്റെ നമ്മൾ എല്ലാ ഫെസിലിറ്റീസും കണ്ടു. അതായത് ഇപ്പം നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് കണ്ടു, ഫാർമസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അലൈഡ് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, കാര്യം വെച്ചാൽ അവിടെ എക്സാം നടക്കുന്നതുകൊണ്ട് മാത്രമാണ്. സോ ബാക്കി ലൈബ്രറി അതുപോലെ തന്നെ ലാബ് ഫെസിലിറ്റീസ് എല്ലാം കണ്ടു. സോ ഇതിൻ്റെ ഒരു ഫൈനൽ ഒപ്പീനിയൻ ഞാൻ കണ്ടതിൻ്റെ, എൻ്റെ ഇത്രയും നാൾ ഓരോ കോളേജ് വിസിറ്റ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് പ്രകാരം എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലിനിക്കൽസ്, ഏറ്റവും നല്ല ക്ലിനിക്കൽസ് കിട്ടാൻ സാധ്യതയുള്ളതും നിലവിൽ കുട്ടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ല അടിപൊളി ഒരു നഴ്സിംഗ് കോളേജ് കൂടെയാണ് ഇതിനുള്ളിലെ BGS മെഡിക്കൽ കോളേജിനുള്ളിൽ തന്നെയുള്ള നഴ്സിംഗ് ക്യാമ്പസ് എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഒരു രക്ഷയില്ല. നല്ല പേഷ്യൻസ്, നമ്മൾ പല മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ ഇത്രയധികം പേഷ്യൻസിനെ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേഷ്യൻസ് ഉള്ള ഒരു കാര്യം, പല ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെ അവൈലബിൾ ആണ്. സോ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരുപോലെ തന്നെ പേഷ്യൻസ് ഉള്ള നല്ലൊരു മെഡിക്കൽ കോളേജാണ്. പിന്നെ ഇതിനകത്തിൽ എനിക്ക് ഒരു നെഗറ്റീവ് സൈഡായിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ, അതിപ്പോൾ എല്ലാ മെഡിക്കൽ കോളേജ് ഇങ്ങനെ തന്നെയാണ്. കാര്യം ഇപ്പോൾ നഴ്സിംഗിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നഴ്സിംഗിൻ്റെ പല ലാബുകളും വളരെ ആവറേജ് ആണ്. പക്ഷേ അതിനൊരു സൊല്യൂഷൻ എന്ന നിലയ്ക്ക് ഈ ഒരു ക്യാമ്പസിൽ അഡ്വാൻസ് സ്കിൽ ലാബ് അവൈലബിൾ ആണ്. കൂടാണ്ട് ക്ലിനിക്കൽസിന് അവർക്ക് മെഡിക്കൽ കോളേജിലും അവർക്കുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല കുട്ടികൾക്ക്. പക്ഷേ എനിക്ക് പേഴ്സണലി നഴ്സിംഗ് കോളേജ് കണ്ടപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ തോന്നി. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ വലിയൊരു നെഗറ്റീവ്സോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഫുഡ് ആവറേജ് എന്ന് കുട്ടികൾ പറയുന്നുണ്ട്. സോ ഒരു നല്ലൊരു മെഡിക്കൽ കോളേജിൽ നിങ്ങൾ നഴ്സിംഗോ അല്ലെങ്കിൽ പാരാമെഡിക്കലോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു ക്യാമ്പസ് ആണ് ഈ ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്കമിംഗ് ആയിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന എൻട്രൻസ് എക്സാംസ്, അതുപോലെ തന്നെ ഓരോ കോഴ്സുകളുടെ ഡൗട്ട്, കരിയർ ഗൈഡൻസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ലഭിക്കുന്നതാണ്. സോ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. സോ ഈ ഒരു കോളേജ് പോലെ തന്നെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.